ഏവർക്കും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വിദ്യാർത്ഥികളും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും എല്ലാ ചാപ്റ്റേഴ്സും കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫുൾ മാർക്ക് ഈ വർഷം സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം ഈ വർഷത്തെ മോഡൽ എക്സാമിനേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതേ നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും പബ്ലിക് എക്സാമിനേഷനും ചോദിക്കുക. കഴിഞ്ഞ വർഷത്തെ അതേ ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയാണ് ഈ വർഷവും. അതായത് 3 മാർക്സിന്റെ 8 ക്വസ്റ്റ്യൻസ് ചോദിക്കും. വി ഹാവ് ടു ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ്. 3 മാർക്സിന്റെ സെഷനിൽ 2 ക്വസ്റ്റ്യൻ നമുക്ക് ചോയ്സ് ഉണ്ട്. 4 മാർക്സിന്റെ 8 ക്വസ്റ്റ്യൻസ് ചോദിക്കും. വി ഹാവ് ടു ആൻസർ എനി 6 ക്വസ്റ്റ്യൻ. അവിടെയും 2 ക്വസ്റ്റ്യൻ ചോയ്സ് ഉണ്ട്. 6 മാർക്സിന്റെ 4 ക്വസ്റ്റ്യൻ ചോദിക്കും. വി ഹാവ് ടു ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോയ്സ് ഉള്ളൂ. തീർച്ചയായും ഇതാണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ. അത് തന്നെയാണ് ഈ വർഷവും. എന്നാൽ കഴിഞ്ഞ വർഷത്തെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് അല്ല ഈ വർഷത്തെ പബ്ലിക് എക്സാമിനേഷന്. ഓൾറെഡി നിങ്ങൾ എഴുതി കഴിഞ്ഞ മോഡൽ എക്സാമിനേഷന്റെ അതേ വെയിറ്റേജ് ആയിരിക്കും ഈ വർഷത്തെ പബ്ലിക് എക്സാമിനേഷനും. അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ് എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കി ആ ചാപ്റ്ററിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്ത് തീർച്ചയായും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം എസ് എ ക്വസ്റ്റ്യന് ചോദിച്ച ചാപ്റ്റേഴ്സ് എല്ലാം അതുപോലെ ഈ വർഷവും എസ് എ ക്വസ്റ്റ്യന് ചോദിക്കണമെന്നില്ല. അവിടെ ചേഞ്ചസ് ഉണ്ട്. അത് വ്യക്തമായി മനസ്സിലാക്കുക. സോ ഈ വീഡിയോയിൽ ബയോളജി സയൻസ് വിദ്യാർത്ഥികളുടെയും കൊമേഴ്സ് സബ്ജക്ട് പഠിക്കുന്ന കൊമേഴ്സ് ബാച്ചിന്റെ മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികളുടെയും മാത്തമാറ്റിക്സ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് 5 മാർക്ക് മാത്രമാണ് വെയിറ്റേജ്. കഴിഞ്ഞ വർഷം 7 മാർക്ക് ഉണ്ടായിരുന്നു. ഈ വർഷം 5 മാർക്കാണ്. ചിലപ്പോൾ അത് 6 മാർക്കാകാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്ത് സാധ്യതയില്ല. സോ ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് 5 മാർക്കും എന്നാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് 7 മാർക്കുമാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ചാപ്റ്റർ നമ്പർ 2 ബയോളജി സയൻസുകാർക്ക് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 6 മാർക്കാണ്. എന്നാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് 7 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. +1 വിദ്യാർത്ഥികൾക്ക് ബയോളജി സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ വർഷം മോഡൽ എക്സാമിനേഷന് ഒരു ക്വസ്റ്റ്യൻ സെറ്റ് എന്ന ചാപ്റ്ററും റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ മിക്സ് ചെയ്ത് ചോദിച്ചു. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു വെയിറ്റേജ്. തീർച്ചയായിട്ടും ഈ 2 ചാപ്റ്ററും കൂടെ 11 മാർക്ക് അല്ലെങ്കിൽ 12 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് ട്രിഗണോമെട്രി ഫംഗ്ഷൻ 9 മാർക്കാണ് വെയിറ്റേജ്. എസ് എ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്നുണ്ടായിരിക്കും. 6 മാർക്കിന്റെ ഒരു എസ് എ ക്വസ്റ്റ്യനും 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനുമാണ് ഈ ചാപ്റ്ററിൽ നിന്നുണ്ടാവുക. എന്നാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് വളരെ കുറവാണ്. ജസ്റ്റ് 4 മാർക്സ് മാത്രം. അതായത് വേണമെങ്കിൽ മാത്രം കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഈ ചാപ്റ്ററിലെ സെലക്ടഡ് ക്വസ്റ്റ്യൻസ് മാത്രം പ്രാധാന്യത്തോടു കൂടി പഠിച്ചാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് ഡീപ്പായിട്ട് പഠിക്കണമെന്ന് നിർബന്ധം ഇല്ല. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 4 കോംപ്ലക്സ് നമ്പർ. ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്കും കൊമേഴ്സ് സയൻസ് വിദ്യാർത്ഥികൾക്കും 4 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. 4 മാർക്കിന്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ. ലീനിയർ ഇനിക്വാളിറ്റീസ് നോ ചേഞ്ച് 3 മാർക്കിന്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ 2 ബാച്ച് വിദ്യാർത്ഥികൾക്കും. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ ബയോളജി സയൻസ് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് 7 മാർക്കാണ്. ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ബൈനോമിയൽ തിയറം. ഇവിടെ ബയോളജി സയൻസ് വിദ്യാർത്ഥികളുടെ വെയിറ്റേജ് 3 മാർക്കാണ്. കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ വെയിറ്റേജ് 4 മാർക്കാണ്. സീക്വൻസസ് ആൻഡ് സീരീസ് തീർച്ചയായിട്ടും ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്കും കൊമേഴ്സ് സയൻസ് വിദ്യാർത്ഥികൾക്കും 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. 2 വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും എസ് എ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും. സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും ഈ വർഷം ഒരു എസ് എ ക്വസ്റ്റ്യൻ 2 വിദ്യാർത്ഥികൾക്കും ബയോളജി സയൻസ് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക്. നെക്സ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ. ഈ ചാപ്റ്ററിൽ നിന്ന് ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യനും അങ്ങനെ ടോട്ടൽ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. എന്നാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 6 മാർക്സ് ആണ്. അത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുക. സോ കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ മറ്റൊരു എസ് എ ക്വസ്റ്റ്യൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 10 കോണിക് സെക്ഷൻസ്. 2 വിഭാഗം വിദ്യാർത്ഥികൾക്കും 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ.
നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി. 2 വിഭാഗം വിദ്യാർത്ഥികൾക്കും ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുകയുള്ളൂ. നെക്സ്റ്റ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ്. 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. ഇതിൽ ഒരു എസ്എ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കും. എന്നാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 6 മാർക്കാണ്. ഈ ചാപ്റ്റർ പൂർണ്ണമായി സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കൊമേഴ്സ് വിദ്യാർത്ഥികൾ ഈ ചാപ്റ്റർ പഠിക്കണം, സിമ്പിൾ ഡിഫറൻസിയേഷൻ പഠിക്കണം, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഒക്കെ പഠിക്കേണ്ടതുണ്ട്. രാവിലെ ഒരു ക്ലാസ്സിൽ ഇതിന്റെ ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് 6 മാർക്കാണ് വെയിറ്റേജ്. അത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുക. എന്നാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 9 മാർക്കാണ്. ഒരു എസ്എ ക്വസ്റ്റ്യനും ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യനും ചോദിക്കും. സോ കൊമേഴ്സ് വിദ്യാർത്ഥികൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കുക, സ്റ്റാറ്റിസ്റ്റിക്സ്. നെക്സ്റ്റ് പ്രോബബിലിറ്റി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പക്ഷേ ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് വളരെ കുറവാണ്. ജസ്റ്റ് 4 മാർക്സ് ഒള്ളി, 4 മാർക്ക് മാത്രം. എന്നാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 6 മാർക്കാണ്. സോ ഓരോ സബ്ജക്ട്, ഓരോ ചാപ്റ്ററിലെയും എക്സ്പെക്ട് ചെയ്യുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ടോട്ടൽ 80 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. വി ഹാവ് ടു ആൻസർ ഫോർ 60 മാർക്സ്. 60 മാർക്കിനാണ് ആൻസർ ചെയ്യേണ്ടത്. ഓരോ സെഷനിലും എത്രയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് ആൻസർ ചെയ്യുക. ടൈം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ തീർച്ചയായും ജസ്റ്റ് 6 ദിവസങ്ങൾ മാത്രമാണ് +1 പബ്ലിക് എക്സാമിനേഷൻ ഉള്ളത്. കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് പഠിക്കുക. തീർച്ചയായിട്ടും ഈ 6 ദിവസം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ എന്നുള്ളത് ഫുൾ മാർക്ക് ആക്കാം, A ഗ്രേഡ് എന്നുള്ളത് A+ ആക്കാനും സാധിക്കും. പരാജയ ഭീതിയുള്ളവർക്ക് വിജയിക്കാനും സാധിക്കും. യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല. ഇതുവരെ കാര്യമായി ഒന്നും പഠിക്കാത്ത കുട്ടികൾ ഉണ്ട് എങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പാസ്സാവുക. അല്ലെങ്കിൽ ഒരു 50% മാർക്ക് നേടുവാൻ വേണ്ടി നമ്മുടെ പ്ലേലിസ്റ്റ് 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കണ്ടാൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് 50% മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ പ്ലേലിസ്റ്റ് റിവിഷൻ ക്ലാസ്സസ്, +1 റിവിഷൻ ക്ലാസ്സസ് 2024, ഈ പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾക്ക് മോർ ദാൻ A+ ഫുൾ മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ഓരോ ചാപ്റ്ററിനും കൊടുക്കേണ്ട പ്രാധാന്യം എന്ത് എന്ന് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് മനസ്സിലാക്കി പഠിക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ.